കണ്ടില്ലേ, എൻ്റെ 10 വർഷത്തോളമായൊരു അഡീനിയം ചെടിയാണ്. സിംഗിൾ പെറ്റൽ അഡീനിയമാണിത്. ഇത്രയും വർഷത്തിനിടയിൽ കുറേ തവണ ഞാനിത് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈയിടെ പെയ്ത മഴയ്ക്ക് ചട്ടി നിറയെ വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടിയുടെ കാഡക്സ് പെട്ടെന്ന് ചീഞ്ഞ് കേടുവന്നു പോകും. കാഡക്സ് ഉണ്ടല്ലോ, നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്ത ചട്ടിയിൽ അല്പം മണ്ണിൻ്റെ അളവ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിങ്ങനെ വെള്ളം വാർന്നു പോവാതെ കെട്ടി നിന്നു. ഇന്നെന്തായാലും അതൊന്ന് ഇളക്കി അല്പം കൂടി വലിയ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. കാഡക്സിൻ്റെ കൂടുതൽ ഭാഗവും കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്തപ്പോൾ മണ്ണിനടിയിലായി പോയിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ നിറം ഇങ്ങനെ വല്ലാണ്ട് ചുമന്ന് കാഡക്സ് കാണുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഒത്തിരി വെറൈറ്റീസ് ഒന്നും ഇല്ലെങ്കിലും എന്നും എൻ്റെ ഗാർഡനിൽ മിക്കവാറും അഡീനിയ പൂക്കളുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണിത്. പ്രൊപ്പഗേഷന് വളരെ ഈസിയാണ്. ഞാനിതിൻ്റെ വേരുകളെല്ലാം, ചെറിയ വേരുകളെല്ലാം മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, ഇതിന് ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ അല്പം സാഫ് കലക്കി തേക്കുകയാണ് ചെയ്യുന്നത്. അത് ആവശ്യത്തിന് ഈ വേരുകളെല്ലാം മുറിച്ച് കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് തേച്ച് കൊടുത്തു. സാധാരണ ബ്രഷൊക്കെ ഉപയോഗിച്ച് തേക്കുന്നതാണ്. ഇന്ന് അതിനൊന്നും സമയം കിട്ടിയില്ല. കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കുകയാണ്. പക്ഷെ നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് കഴുകിയാൽ മതി. ചിലപ്പോൾ ഇതൊക്കെ അലർജി ഉണ്ടാക്കാവുന്നതാണ്. ഇത്രയധികം വേരുകളൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറേ വേരുകളൊക്കെ മുറിച്ച് കളയാവുന്നതാണ്. ഇതിൻ്റെ കാഡക്സിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കാണുന്ന വേരുകൾ മാത്രം നിലനിർത്തിയാൽ മതി. ഈ ചെടിയുടെ പൂക്കൾ ഭംഗിയാണ്, അതിനേക്കാൾ ഭംഗിയാണ് ഇതിൻ്റെ കാഡക്സ് എന്ന് പറയുന്നത്. വിവിധ രൂപങ്ങളാണ് ഈ കാഡക്സിനുള്ളത്. മണ്ണിലേക്ക് ഒത്തിരി അമർന്നിരുന്നുകൊണ്ടാണ് കാഡക്സിന് ഈ നിറം തോന്നുന്നത്. കാഡക്സിൻ്റെ അടിയിലുള്ള വേരുകൾ മാത്രം മണ്ണിൽ ചേർന്നിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ കമ്പ് മുറിച്ച് വെച്ച് നമുക്ക് ധാരാളം തൈകൾ പുതിയതായിട്ട് പിടിപ്പിക്കാൻ പറ്റും. അതുപോലെ വിത്തുകൾ മുളപ്പിച്ചും. എല്ലാ ചെടിയിലും പെട്ടെന്ന് അങ്ങനെ വിത്തുകൾ ഉണ്ടാവാറില്ല. വിത്തുകൾ ഉണ്ടാവുന്നത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുകയും വേണം. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ അപ്പൂപ്പൻ താടി പോലെയുള്ള ഒരു പ്രത്യേക ഒരു തരം വിത്തുകളാണ് ഇതിനുണ്ടാവുന്നത്. നല്ല നീളമുള്ള വിത്തുകൾ. ആ വിത്തിനകത്തൊരു 10-100 വിത്തുകൾ ചില വിത്തുകൾക്കകത്ത് കാണും. ആ വലിയ വിത്തിനകത്തുനിന്ന് നമ്മൾ ആ വിത്തുകളെടുത്ത് മുളപ്പിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. വേരുകൾ മുറിച്ചിടത്തും മണ്ണിലും എല്ലാം പെട്ടെന്ന് ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ ഫംഗിസൈഡൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മണ്ണിനകത്തേക്ക് ഫംഗിസൈഡ് അല്പം കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പോട്ടിംഗ് മിശ്രിതം എന്ന് പറയുന്നത് കുറച്ച് തരിയുള്ള മണലും അതുപോലെ കമ്പോസ്റ്റോ അല്പം ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിക്സാണ് ഇതിന് നല്ലത്. അതുപോലെ ചെടിച്ചട്ടികൾ തിരഞ്ഞെടുക്കുമ്പോഴും നല്ല ഹോളുള്ള ചട്ടികൾ തന്നെ തിരഞ്ഞെടുക്കണം. വിത്തുകൾ പാകി വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.